ഈ കല്ലിനെ കൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഒബ്ജക്ട്സ് കിട്ടും, ഇരുമ്പ് കിട്ടും, പിന്നീട് അവിടെ നിന്നാണ് പോട്ടറി കിട്ടും. അപ്പോൾ പോട്ടറിയെ പറ്റി പഠിക്കാൻ വേണ്ടി പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് പോട്ട്സ് ഉണ്ടാക്കിയ കാലഘട്ടം അവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ കാർബൺ പോകുമല്ലോ. അപ്പോൾ ഹീറ്റ് ചെയ്ത കാലഘട്ടം കൃത്യം അവർ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എങ്കിലും കിട്ടുമ്പോൾ കിട്ടുന്നത് ഒരു 2000-1000 വർഷം കിട്ടും. ചില ആൾക്കാർ അതിൻ്റെ ഫൈനിങ്സ് ആയിട്ട് പറയുമ്പോൾ 1232 പറയാം. അങ്ങനെയൊന്നും കിട്ടില്ല. അത് ഏത് സൂക്ഷിച്ചിട്ട് പറയുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് പഠിക്കാത്തതെന്നറിയോ? ഇത് പഠിക്കാൻ അങ്ങനെ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ആർക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ അതിനുവേണ്ടി ഉപകരണമില്ല. ഇപ്പോൾ ഇവിടെ മംഗലാപുരത്ത് ഒരു അമേരിക്കൻ ഏജൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ പോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പഠിച്ച് തരും. എത്ര കൊടുക്കണമെന്നറിയോ? ഒരു പോട്ടിന് കൊടുക്കേണ്ടത് നമ്മൾ 1,00,000 റുപ്പീസ് കൊടുക്കണം. ഒരു പോട്ടിൻ്റെ കാലറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തയ്യാറാവില്ല അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഈ പോട്ട് അവർ നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ കാലഘട്ടം മാറി വരും. അതിൻ്റെ കാർബണുമായി ബന്ധപ്പെട്ട ഡേറ്റിങ്സിൻ്റെ ഡേറ്റ് മാറി വരും. വ്യക്തമായിട്ട് നമുക്ക് ഇതിൻ്റെ കാലഘട്ടം നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മളെങ്കിലും പറയുന്നത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ഇരുമ്പായിരിക്കാം. അപ്പോൾ ഇരുമ്പാകുമ്പോൾ ഇരുമ്പിൻ്റെ കാലഘട്ടം ഏതെങ്കിലും ഉപയോഗിക്കപ്പെട്ടത് 3-ാം നൂറ്റാണ്ട് BC 3-ാം നൂറ്റാണ്ട് AD വരെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഊഹിച്ച് പറയുന്നത് ഇതിൻ്റെ കാലഘട്ടം 2000 കൊല്ലം മുമ്പായിരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ കുറ്റിക്കോലെല്ലാം 1500 റൗണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഡേറ്റിംഗ് കെട്ടിയെങ്കിലും ആ ഡേറ്റിംഗ് നമുക്ക് അതൊന്ന് ശരിക്കും വിശ്വസിക്കാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പോൾ കല്ലഞ്ചിറ എന്ന സ്ഥലമുണ്ട്. ഞാനവിടെ പോയപ്പോൾ അവിടെ ഇപ്പോഴും അവിടെ ഗോത്രക്കാർ കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? മൺപാത്രം മാറ്റി വെക്കും. ആലോചിച്ച് വയ്ക്കാൻ. അപ്പോൾ നമ്മൾ മൺപാത്രം വെച്ച് പഠിച്ച കൃത്യം ഡേറ്റ് കിട്ടുമോ? ഡേറ്റ് കിട്ടില്ല. അങ്ങനെ കലഞ്ചിറയിൽ ആ പുതിയ മൺപാത്രമുണ്ട്, പഴയ മൺപാത്രമുണ്ട്. പിന്നെ അതിനുള്ളിൽ നമുക്ക് പലപ്പോഴും ഈ ഇതുണ്ട്, സെലക്ടുണ്ടല്ലോ, വെൺമഴുവിൻ്റെ ചെറിയ പീസ് കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യ ഏറ്റവും വലിപ്പമേറിയ വെൺമഴു കിട്ടിയത് കീമനിയിൽ നിന്നാണ്. ഇപ്പോൾ കോഴിക്കോട് ആർക്കിയോസിൽ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കിട്ടിയ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ വലിയ ഓഫീസിൽ ഒരു കൊല്ലം വെച്ചു. അത് കഴിഞ്ഞിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് കൊണ്ടുപോയി. ഇപ്പോൾ വെൺമഴു ഇവിടെ കോഴിക്കോടുണ്ട്. അത് ഏറ്റവും വലിപ്പം കൂടിയാണ് പറഞ്ഞത്. അതേ വലിപ്പമുള്ളൊന്ന് നിങ്ങളുടെ സ്കൂളിൽ എടുത്തായിട്ടുണ്ട്. ഹിറ്റിക്ക് എടുത്തായിട്ടുണ്ട് സ്കൂളിൽ. എനിക്കറിയാം. ഞാൻ പിന്നെ പുറത്ത് പറയാത്തതാണ്. പുറത്ത് വരെ കൊണ്ടുപോകും. കാരണം അതിന് ഭയങ്കര മൂല്യമുണ്ട്. അതുകൊണ്ട് 50 ലക്ഷം 1 കോടി വരെയെല്ലാം മൂല്യം കിട്ടുന്ന വസ്തുവാണ്. അത് നിയോലിത്തിക് പീരീഡാണല്ലോ. ഈ വെൺമഴ എന്ന് പറയുന്നത് നിയോലിത്തിക് പീരീഡാണ്. അപ്പോൾ ആ ഒരു വസ്തുവിന് ഒരു 10,000 കൊല്ലം പഴക്കമുള്ള വസ്തുവിന് ഫോറിൻ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് കിട്ടും. നല്ല വില കിട്ടും. നല്ല പ്രൈസ് കിട്ടും. അപ്പോൾ അതൊരു നിങ്ങളുടെ TTIക്ക് അടുത്തായിട്ട് ഒരു വിദ്യാലയത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്. അവരിപ്പോൾ പുറത്തൊന്നും കാണിക്കാറില്ല. മുമ്പ് ഞാൻ അതിനെപ്പറ്റി ന്യൂസ് കണ്ടിരുന്നു. പോയി കണ്ടിരുന്നു സംഭവം. ആ സ്കൂളിൽ ഇപ്പോൾ അതുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വസ്തുക്കൾ ഭയങ്കരമായിട്ടൊന്നാണ് ഫോറിൻ മാർക്കറ്റിൽ ഭയങ്കര റേറ്റ് ഉണ്ടാവും. അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ കിട്ടിയത് രത്നാകരേട്ടനാണ് കിട്ടിയത്. ഈ മെതിയിൽ 4-ാം കണ്ട് രത്നാകരേട്ടനാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, എന്തൊന്നും അറിയില്ല പറഞ്ഞു. നോക്കാൻ വേണ്ടി പോകുമ്പോഴാണ് വെൺമഴുവാന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതമായി. എന്നിട്ട് അത് നമ്മളെ സ്ഥിരീകരിച്ചിട്ട് അതിനങ്ങോട്ടേക്ക് വില്ലേജ് ഓഫീസ് കൊണ്ടുവച്ചു. പിന്നെ കളക്ടർ ഇടപെട്ടു. അതിൻ്റെ ഇഷ്യൂ ആയിട്ട് വന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു അയാൾക്ക് കിട്ടിയത് ഇയാൾക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ കിണർ കുഴിക്കുമ്പോൾ അവിടെ നിന്നാണ് കിട്ടിയത്. മണ്ണിനടി കുറച്ച് താണെന്നാണ് കിട്ടിയത്. അപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യം കൂടിയുണ്ട്. കൂടെ ഒന്നുകൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുട്ടുമ്പോൾ സൗണ്ട് കേൾക്കാം. ഇരുമ്പിൻ്റെ അത് സൗണ്ടെല്ലാം ഉണ്ട്. കല്ലാണെങ്കിൽ ഇരുമ്പിൻ്റെ സൗണ്ട് ഉണ്ട്. അവരെന്ത് ചെയ്യുന്നത്? അവർ വിചാരിച്ചു അതിൻ്റെ കളറെല്ലാം കാണുമ്പോൾ ഒരു ചെറിയ മഞ്ഞ കളർ ഉണ്ടാകുമ്പോൾ ഗോൾഡാന്ന് പറഞ്ഞ് പൊട്ടിച്ചു. ഇതുപോലത്തെ വേറെ സ്മാരകം പൊട്ടിച്ചില്ലെങ്കിൽ 1 കോടിയുണ്ട്. പൊട്ടിച്ച ഒന്നും ഇല്ലാണ്ടായിപ്പോയി. ആലോചിച്ച് വയ്ക്കാൻ അത്രയും മൂല്യമുള്ള വസ്തു പൊട്ടിച്ച് കളഞ്ഞപ്പോൾ അതിൻ്റെ മൂല്യം അറിയാത്തതുകൊണ്ട് തന്നെ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ മൂല്യം പോയി. ശരിക്കും ഇവർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ മണ്ണിൻ്റെ മുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പറയാൻ വേണ്ടി പറ്റും മണ്ണിൻ്റെ മുകളിൽ കിട്ടിയാണ് എന്ന് പറഞ്ഞാൽ ASAയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വന്തം സ്വത്തായി മറിച്ച് വെക്കുകയാണെങ്കിൽ. അത് നമ്മൾ ആൾക്കാർക്ക് അറിയാത്തൊരു പ്രശ്നമാണ്. ഇങ്ങനത്തെ വസ്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ മണ്ണിനടിയിലാണെങ്കിൽ നമ്മളത് ഗവൺമെൻറ് കൊടുക്കണം. മണ്ണിന് മുകളിലാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ മണ്ണിന് അടിയിലാണെങ്കിൽ മണ്ണിന് മുകളിൽ കിട്ടിയെന്ന് അച്ഛനോ കിട്ടിയ സാധനമാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, അവർ കൈമാറുന്നതാണെങ്കിൽ പാരമ്പര്യ സ്വത്തായിട്ട് മാറി. അതിന് ആർക്കോളജി സർവേ പോയാൽ അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇപ്പോൾ അതിന് വാല്യൂ ആയി. എത്ര പേരെ പഴക്കുന്നവർ കൃത്യമായിട്ട് എഴുതി വെക്കുകയും ചെയ്യും. ആ സർട്ടിഫിക്കറ്റ്സിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഈ സാധനം വെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നല്ല മൂല്യം കിട്ടും. ഇപ്പോൾ ബേക്കറി ഇങ്ങനെ എടുത്ത് വായിച്ചില്ല, ഒരു വീട്ടിൽ നിന്ന് കുറേ പുരാവസ്തുക്കൾ കിട്ടിയത്. അതെടുത്തുകൊണ്ടാൽ റൈറ്റൊന്നുമില്ല ശരിക്കും പറഞ്ഞത്. കാരണം അവരുടെ സ്വത്താണത്. അതവരുടെ ചെയ്യേണ്ട കാര്യം അവർ ലൈസൻസാക്കി വെക്കണം. അതിന് അവരാക്കാത്ത കൊണ്ടാണ് ഗവൺമെൻറ് കൊണ്ടുപോയത്. പിന്നെ ഇപ്പോൾ തിരിച്ചു കൊടുത്ത് തോന്നുന്നത് അതിൽ ഗണ്ണല്ലുള്ളതുകൊണ്ട് ഗണ്ണ് വർക്ക് ചെയ്യുന്ന ഗണ്ണായതുകൊണ്ടാണ് അവരെടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്മാരകങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമൂല്യമായവയാണ്. ഇപ്പോൾ നിങ്ങളുടെ പറമ്പിനകത്ത് സ്മാരകം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളത് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൂറിസ്റ്റ് സെൻ്ററായിട്ട് മാറും. ഇവിടെ നിന്ന് ആൾക്കാർ വരും. നിങ്ങൾക്ക് അതിൻ്റെ പേര് പണം ഉണ്ടാക്കാൻ വേണ്ടി വീട്ടുകാർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ നാട്ടുകാരെന്ത് ചെയ്യും? ഇത് വന്നാൽ പിന്നീട് പൊട്ടിച്ച് കളയും. പിന്നെ ആകെ ബാക്കി വരുന്നത് ഇങ്ങനെ വിശ്വാസം കൊണ്ടാണ്. ഇവിടെ മുമ്പ് എന്തോ സംഭവം ഉണ്ടായിരുന്നു, ഇത് പൊട്ടിച്ചാൽ നമ്മൾ മരിക്കുന്നതിനെ പേടി കൊണ്ടാണ് ആൾക്കാർ പൊട്ടിക്കാതെ വെക്കുന്നത്. ശരിക്കും ഇത് പൊട്ടിക്കേണ്ട കാര്യമില്ല. ഇതുപോലെ അമൂല്യമായ സ്മാരകങ്ങളാണ്.
അപ്പോൾ ഇതിൻ്റെ പിന്നീട് സ്ട്രക്ചർ നിങ്ങൾക്ക് ഒരു കവാടം കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നിങ്ങൾ അളന്ന് നോക്കിയാൽ അത് അറൗണ്ട് അതിന് വിടുത്ത് 50 സെൻറ്റിമീറ്ററും ഉയരം അറൗണ്ട് ഒരു 90 സെൻറ്റിമീറ്ററാണ് വരിക. ഞാനിത് പറഞ്ഞില്ലേ, ഡെസിമെൻ്റ് കാണുന്നില്ല. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇത് നമ്മുടെ അളവ് കൊണ്ട് ഉണ്ടാക്കിയാൽ നമ്മൾ പറയാൻ വേണ്ടി പറ്റും. കാരണം മറ്റു അളവുമായിട്ട് ബന്ധമുണ്ടായിരിക്കും അവർക്ക്. ചിലർ ജൂതന്മാർ പറഞ്ഞപ്പോൾ പറയാറുണ്ട് ഇതിൻ്റെ ദിശ നോക്കിയിട്ട്. നമുക്ക് അന്ന് ഒക്കെ ആണെങ്കിലും ആ ഡിസിമെൻ്റ് കാണുന്നതുകൊണ്ട് നമ്മുടെ അളവ് പോലാണെങ്കിൽ അങ്കൂലമല്ല ആണെങ്കിൽ അതിന് വ്യത്യാസം കാണും. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ഇത് 50 സെൻറ്റിമീറ്റർ 70 സെൻറ്റിമീറ്റർ അളവ് കാണുന്നത്. നമ്മൾ ഡയമീറ്റർ നോക്കിയാലും കൃത്യമായിട്ട് ഡയമീറ്റർ കാണാൻ വേണ്ടി പറ്റും. അതിനെ പറ്റിയിട്ട് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ പറയുന്നത് അത് ഈ മരിച്ചവരുടെ സ്മാരകമായിട്ട് കിട്ടുന്നതല്ലേ, അപ്പോൾ മരണാനന്തര ക്രിയകൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നീട് ആത്മാവിൻ്റെ അനന്തരപ്രയാണം ഉണ്ടല്ലോ, അപ്പോൾ അതിനുവേണ്ടി പോകാൻ വേണ്ടി വെച്ച വഴിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പോയ സ്ഥലമുണ്ടല്ലോ, അത് നരബലി ഉണ്ടായ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. മുമ്പ് ബലി കൊടുക്കും ആൾക്കാരെ കൊണ്ടുപോയിട്ട്, അതിൻ്റെ സ്മാരകമായിട്ടാണ് അതുപോലത്തെ ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മാവില സമുദായം മുമ്പ് ഇവിടെ ഉണ്ടായ ആൾക്കാർ മാവിലാസാണ്. ഇവിടെ നമ്മളൊന്നും ഇപ്പോൾ പല ആൾക്കാരും പിന്നെ കുടിയേറി വന്ന ആൾക്കാരാണ്. ഇവിടെ നായേഴ്സിന് ശരിക്കും ഉണ്ടായിട്ടേ ഇല്ല. അവരെല്ലാം കുറേ നായേഴ്സ് 2 നായന്മാർ, 4 നായന്മാരൊന്നും ഇവിടെ ഉള്ള ആൾക്കാരല്ല. 2 നായന്മാരെന്ന് മുമ്പേ ഉള്ള ആൾക്കാർ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ട് മണിയാണി കാസിന് കളരി പഠിച്ചിട്ട് നായന്മാരായിട്ട് മാറിയ ആൾക്കാരാണ്. ബാക്കിയുള്ളവരെല്ലാം വന്ന ആൾക്കാർ, ഏച്ചിക്കാരെന്നെല്ലാം പറഞ്ഞ ആൾക്കാരുടെ ബൺസാണ്. കാരണം ഇങ്ങോട്ട് വന്ന് വീരപ്പ നായക്കല്ലേ, അദ്ദേഹത്തിന് പിന്നെ ഏച്ചിക്കാൻ തറവാടായിട്ട് മാറുന്നത്. അല്ല, അത്ര 300 കൊല്ലം പഴക്കമേ ഉള്ളൂ. പുറത്ത് പറയുന്ന തറവാട്ടുകാർ വന്നിട്ട് 300-600 കൊല്ലമായിട്ടു. അവർ ഈ മലപ്പുറത്തെ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. ഐക്യ നായക്കന്മാർ തോൽപ്പിക്കുവാൻ വേണ്ടി സാമൂതിരി പറഞ്ഞു വിട്ട ചന്ദ്രശേഖർ കുറുപ്പുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, ഗുരുക്കൾ ബന്ധപ്പെട്ട ആൾക്കാരാണ് കോടത്ത് വീടായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഏകദേശം അറിയപ്പെടുന്ന ഒരു വലിയ നടുവഴി തറവാടെല്ലാം തന്നെ ഒരു കുടിയേറിപ്പുറത്ത ആൾക്കാരാണ്. മുമ്പ് കൂടിയുള്ള ആൾക്കാർ മാവലന്മാരാണ്. മാവലന്മാർ കൊണ്ട് അലുവന്മാർ ഭരിക്കുമ്പോൾ പടയാളികളായിരുന്നു. അവിടെ സൈനിക ജോലിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മാവൂര് സമുദായക്കാരെ ബന്ധപ്പെട്ടാണ് അവിടെ പല സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത്. അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റുക. ഇപ്പോൾ കലഞ്ചേരിയിലാണെങ്കിൽ അവിടെ ഇപ്പോൾ കർമ്മം ചെയ്യുന്ന ആൾക്കാർ മാവൂര് സമുദായക്കാരാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ശരിക്കും ഒരു പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്മാരകമായിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിന് ഈ അടപ്പലം വെച്ചുകൊണ്ട് ആൾക്കാർ പറയുന്നത് ചിലപ്പോൾ ഇത് പത്തായമാണെന്ന പേരിൽ, അങ്ങനെ പായം എന്ന സ്ഥലത്ത് പേര് വരാൻ വേണ്ടി കാരണം ഇങ്ങനത്തെ സ്മാരകമാണ്. അവിടെ കുറേ ഇങ്ങനത്തെ ഇതുണ്ട്. എല്ലാം കൽപ്പത്തം ലോപിച്ചിട്ട് പായം എന്ന സ്ഥലമായിട്ട് മാറുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത് ഇന്ന് ചോദിച്ചില്ല ഇതിന് മുകളിൽ അടപ്പ്. അപ്പോൾ ഈ അടപ്പ് ഇങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും എല്ലാത്ത അടപ്പ് വേണ്ടേ. പക്ഷേ കൂടലെന്ന സ്ഥലമുണ്ട്, മടിക്കൈ പഞ്ചായത്തിനാണ് തോന്നുന്നത്. അവിടെ കുറേ സ്മാരകമുണ്ട്, ഒന്നിനും അടപ്പില്ല, മുകളിൽ ഹോൾസ് ഇല്ല. അതേസമയം ചില സ്ഥലത്ത് 3 ഹോൾസ് ഉള്ളത് കണ്ടിട്ടുണ്ട്, 3 ഹോളുള്ളതുണ്ട്. അതുപോലെ തന്നെ ഈ അടപ്പ് 2 മാസം അടപ്പുള്ളതുമുണ്ട്. കൂടലിൽ തന്നെ ഒരു സ്മാരകത്തിന് 2 മാസം അടപ്പുണ്ട്. അതിൽ അപൂർവമായിട്ട് കാണുന്ന സംഭവം എവിടെയും അങ്ങനത്തെ 2 അടപ്പ് കാണാറില്ല. 2 ഭാഗത്ത് ഇങ്ങനത്തെ കവാടമുണ്ട്, ഈ നമ്മുടെ വഴിയുമുണ്ട്, അടപ്പും അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ എണ്ണത്തിന് മുകളിൽ ചുറ്റും കുടി കാണാം. നമ്മളീ പറഞ്ഞ പേര് പോസ്റ്റ് ഹോൾസ് എന്ന് പറയും. കാൽക്കുഴിയൊക്കെ കാണുന്നില്ലേ, നമ്മൾ ഈ കാൽനാട്ടുകാർ